ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗോള കത്തോലിക്ക ലോകം പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ കുർബാന സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനവും മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളെ സ്പർശിച്ചതാണ് എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാന ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് എന്ന് നമുക്ക് ഉറപ്പായി ഏറ്റുപറയാം. കത്തോലിക്ക തിരുസഭയുടെ മതപഠന ഗ്രന്ഥമായ ദ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ഇപ്രകാരമാണ് പറയുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ച്. The Holy Eucharist is the source and summit of Christian life. ക്രൈസ്തവ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും അതിൻ്റെ ഉത്ഭവവും അടിസ്ഥാനവും പരിശുദ്ധ കുർബാനയാണ് എന്ന്. ഈ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. എന്താണ് പരിശുദ്ധ കുർബാന? സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ദൈവാത്മാവും അടക്കിക്കൊള്ളുന്ന കൂദാശയാകുന്നു പരിശുദ്ധ കുർബാന എന്നാണ്. ഈ ഒരു പരിശുദ്ധ കുർബാനയിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഒരപ്പത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുള്ള എല്ലാവർക്കും അത് കാണാം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ വലിയ വലിയ അത്ഭുതങ്ങൾ എല്ലായിടത്തും സംഭവിക്കുന്നത്. ലോകത്ത് പല വിശ്വാസികളും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ അവരുടെ നാവിൻ്റെ തുമ്പിൽ പരിശുദ്ധ കുർബാന ഈശോയുടെ യഥാർത്ഥ ശരീരവും രക്തവുമായി മാറുന്നത് നമ്മൾ കാണുന്നത്. കൊറിയയിലെ ഒരു യുവതിയെക്കുറിച്ച് മാധ്യമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് ഓർക്കുകയാണ്. ജൂലിയ കിം എന്നാണ് അവളുടെ പേര്. അവൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവളുടെ നാവിൻ്റെ മുകളിൽ തുടിക്കുന്ന മാംസമായിട്ട് ഈശോ മാറുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പല ദേവാലയങ്ങളിലും പരിശുദ്ധ കുർബാനയുടെ പല അടയാളങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ചിലത് തിരുസഭ കൂടുതൽ പഠനത്തിനായിട്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് ഒരു വിശ്വാസ സത്യമായതുകൊണ്ടും മറ്റുള്ളവർക്ക് അത് തുറന്നു കൊടുക്കുന്നതിന് മുമ്പായി വീഴ്ചകളൊന്നുമില്ലാതെ അത് ബോധ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളതുകൊണ്ടും ചില പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾ കൂടുതൽ പഠനത്തിനായിട്ട് മറ്റുള്ളവരെ അറിയിക്കാതെ സഭ അധികാരികൾ മാറ്റിവെക്കുന്നുണ്ട്. ഇനി എന്താണ് പരിശുദ്ധ കുർബാന? എല്ലാ കാര്യങ്ങൾക്കും ഉപമകൾ വഴി സംസാരിച്ച കർത്താവ് ഉപമകളില്ലാതെ സംസാരിച്ചിട്ടുള്ള ഏക കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ദൈവസ്നേഹത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഉപമകളിലൂടെ ഈശോ പറഞ്ഞിട്ടുണ്ട്. എത്ര പാപം ചെയ്താലും നീ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിനക്കായി കാത്തിരിക്കുന്ന പിതാവിൻ്റെ ഉപമ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ഈശോ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാപിയായ ഒരാൾ ദൈവസ്നേഹത്തിൽ അകന്നു കഴിയുമ്പോൾ അയാളെ തിരികെ കൊണ്ടുവരാനായിട്ട് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെ കാണാതെ പോയ ആടിൻ്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ചും വയലിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധിയാകുന്ന ദൈവിക രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഉപമകൾ പറയുന്ന കർത്താവ് ഉപമകളില്ലാതെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യം പരിശുദ്ധ കുർബാനയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഈശോ എല്ലാവരും കാണുകെ എല്ലാവരും കേൾക്കെ ഉദ്ഘോഷിച്ചു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഈശോ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ മാംസവും തൻ്റെ രക്തവും ഭക്ഷിക്കാതെ ആർക്കും നിത്യജീവൻ ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനാവലിയിൽ ഒരുപാട് ആളുകൾ ഈശോയെ വിട്ടുപോകുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ ദയവായിട്ട്
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഒന്നെടുത്ത് വായിക്കുക. സ്വർഗീയമായ വലിയ വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇത്. ഈശോ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ്, എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നെ ഭക്ഷിക്കുകയും ചെയ്യാതെ നിത്യജീവൻ ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ അവനെ കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദരിൽ ചിലർക്ക് സംശയമുണ്ടാവുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? എന്നിട്ട് അവരിൽ ചിലർ ഈശോയെ വിട്ടുപോയി എന്ന് 6-ാം അധ്യായം 66-ഉം 67-ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ അവർ വിട്ടുപോകുമ്പോൾ ഈശോ ഈ കാണിക്കുന്നത് എന്താണ് എന്നറിഞ്ഞ് ഒരുപക്ഷെ ശിഷ്യന്മാർ ഈശോയുടെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ടാകാം, ഇവരെല്ലാവരും നീ പറഞ്ഞ വാക്കുകൾ കേട്ട് നിന്നെ വിട്ടുപോകുന്നു, നിനക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടാകാം. അവിടെയാണ് ഈശോ അവർക്ക് മറുപടി കൊടുക്കുന്നത്, നിങ്ങൾക്കും പോകണമോ? 12 അപ്പോസ്തലന്മാരോടുമായി ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്കും പോകണമോ എന്ന്. അപ്പോൾ പത്രോസ് ഇവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളിവിടെ പോകും, നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലാണല്ലോ എന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക്, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഒരിക്കലും സഭയിൽ തുടരുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ സത്യവുമാണ് എന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് സഭയിൽ തുടരാൻ സാധിക്കുകയില്ല. അവർക്ക് വിശുദ്ധരോട് ഭക്തി ഉണ്ടാകാം, മാതാവിനോടും മറ്റുള്ളവരോടും ഭക്തി ഉണ്ടായിരിക്കാം, സഭയിലെ എല്ലാ കാര്യങ്ങളും പ്രമാണങ്ങൾ പാലിക്കുന്നവരായിരിക്കാം, സഭയുടെ എല്ലാ കാര്യങ്ങളും പങ്കുചേരുന്നവരായിരിക്കാം. എന്നാൽ പരിശുദ്ധ കുർബാന ഈശോയാണ് എന്ന് വിശ്വസിക്കാതെ, അത് സ്വീകരിക്കാതെ എന്ത് കാര്യം ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുറേ നാൾ മുമ്പ് ഒരു മനുഷ്യൻ തൻ്റെ ഒരു കാര്യം രേഖപ്പെടുത്തിയത് ഒന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഒരു കുട്ടി സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ഒന്ന് വീണു. ആ കുട്ടിയുടെ ഈ കൈ ഒന്നൊടിഞ്ഞു. കൈ ഒടിഞ്ഞിട്ട് ഈ കുഞ്ഞിന് അപ്പച്ചനെ പേടിയായതുകൊണ്ട് ഈ കുഞ്ഞ് ആരോടും പറഞ്ഞില്ല. ഈ കുഞ്ഞ് അത് മറച്ചു വെച്ചു. 2 ദിവസം കഴിയുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നീര് വന്ന് വീഴുന്നുണ്ട്. അപ്പനമ്മയും പരിശോധിക്കുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞ് ഇരിക്കുകയാണ്. കുഞ്ഞ് മറച്ചു വെച്ചിരുന്നു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടേഴ്സ് പല പല ചികിത്സകൾ നടത്തി. ഈ ചികിത്സകളൊക്കെ നടത്തിയതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ കൈ കുഴപ്പമില്ലാതെയായി. എങ്കിലും ഈ കുഞ്ഞിന് കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ പ്രമുഖരായ ഓർത്തോ സർജനെയും അതുപോലെ തന്നെ എല്ലുരോഗ വിദഗ്ധരെയെല്ലാം കാണിക്കുന്നു. അവർ പറഞ്ഞു, ഇനി ഈ കൈ ഉയർത്തുവാൻ സാധിക്കുകയില്ല. ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലുടനീളം ഈ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഇരിക്കൂ, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ കൊച്ചു കുഞ്ഞാണ്, ഇവനൊരു 10 വയസ്സ് ഉള്ളൂ. ആ വർഷം അവൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങിയാണ്. അങ്ങനെ ഈ കുഞ്ഞ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ആയിട്ടുള്ള ധ്യാനിപ്പിക്കണം വന്ന ഒരു ബ്രദർ കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, ആദ്യമായി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങൾ ഈശോ നിങ്ങൾക്കായി നടത്തിത്തരും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾക്ക് നടത്തിത്തരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിതെല്ലാം കേട്ടു. ഈ ബ്രദർ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങളെല്ലാം കേട്ടു. എന്നിട്ട് ഈ കുഞ്ഞ് വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് ഈ കുഞ്ഞ് അപ്പച്ചൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആദ്യ കുർബാന സ്വീകരണത്തിനായി പള്ളിയിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞ് ഇങ്ങനെ പള്ളിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ബ്രദർ പറഞ്ഞ കാര്യം അപ്പച്ചനോട് പറയുകയാണ്. എന്നിട്ട് അപ്പച്ചനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ വേറൊന്നും ചോദിക്കേണ്ട, നീ നിൻ്റെ കൈ ഒന്ന് ഉയർത്താനും കൈയുടെ സ്വാധീനം തിരിച്ചു കിട്ടാനും വേണ്ടി വൈദ്യശാസ്ത്രം നോ എന്ന് പറഞ്ഞ ആ ഒരു കൈ ശരിയായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ നിൻ്റെ ആഗ്രഹം നടത്തിത്തരും. ഈ കുഞ്ഞ് പള്ളിയിലേക്ക് കയറി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആഘോഷമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് ഈശോയോട്
ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൈയൊന്ന് ശരിയാക്കി തരണേ ഈശോയെന്ന്. പക്ഷെ കുർബാന കഴിഞ്ഞു, ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു. ഈ കുഞ്ഞ് തിരികെ പുറത്തേക്ക് വരുമ്പോൾ ഈ കുഞ്ഞ് അറിയാതെ കൈ ഉയർത്തുകയാണ്. അപ്പോഴാണ് എല്ലാവരും ആ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് കൈ ഉയർത്തുന്നത് കണ്ട് അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഈ കുഞ്ഞ് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ എൻ്റെ കൈ ഇപ്പോൾ ഉയർത്താൻ പറ്റുന്നു, എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ഈ വലിയ ഒരത്ഭുതം പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടന്നു. പ്രിയമുള്ളവരെ, ഞാൻ എവിടെയെല്ലാം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിക്കുന്നുവോ അവിടെയെല്ലാം ഞാൻ പറയുന്ന കഥയാണിത്. ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ട് ഞാൻ എല്ലാവരെയും ഒന്ന് നോക്കും. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് എൻ്റെ ശബ്ദം മാത്രമാണ്. പക്ഷേ വചനവേദിയിൽ ഞാനത് പറയുമ്പോൾ, പരിശുദ്ധ കുർബാന സാക്ഷ്യമായിട്ടിത് പറയുമ്പോൾ ഞാൻ നോക്കും. അപ്പോൾ ചില ആളുകൾ അന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായി, പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് എവിടെയെങ്കിലും ആദ്യ കുർബാന സ്വീകരണം നടക്കുന്ന കുർബാന മധ്യയുള്ള പ്രസംഗത്തിലാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ ഇങ്ങനെ നോക്കുന്നത് കാണാം. ചില ആൾക്കാർ തലകുമ്പിട്ട് ചിരിക്കുന്നത് കാണാം. അതിൽ അന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഉണ്ടായിരിക്കാം. അവർ പരസ്പരം പറയുന്നത് ചിലപ്പോൾ, ഈ അച്ഛൻ എന്ത് നുണയാണ് ഈ പറയുന്നത്, ഇത് പണ്ട് വണക്കമാസത്തിൽ എഴുതി വച്ചിരിക്കുന്ന ചില കഥകൾ, അസ്വാഭാവികമായതും അതുപോലെ തന്നെ അസാധ്യമായിട്ടുള്ള ചില കഥകൾ പോലെ ഒന്നായിട്ട് അവർ പലരും അത് പറയുന്നുണ്ടാകാം. അപ്പോൾ അവർ അത് അങ്ങനെ കേട്ട് ചിരിക്കുന്നത് കാണാറുണ്ട്. ഇത് എൻ്റെ അനുഭവമല്ല, മറിച്ച് നിങ്ങൾ സഫാരി ടിവിയുടെ ചരിത്രം എന്നിലൂടെ എന്ന ഒരു പരിപാടി നിങ്ങൾ കാണുകയാണെങ്കിൽ, ഈ കുഞ്ഞാണ് പിന്നീട് വളരെ പ്രസിദ്ധനായ സംവിധായകൻ ലാൽ ജോസ് എന്ന സംവിധായകനായി മാറിയത്. മീശ മാധവനും വെളിപാടിൻ്റെ പുസ്തകവും അതുപോലെ തന്നെ അയാളും ഞാനും തമ്മിൽ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്ന പ്രശസ്തനായ സിനിമാ സംവിധാനം ലാൽ ജോസിൻ്റെ അനുഭവമാണിത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിൽ അദ്ദേഹത്തിന് സംഭവിച്ച അപകടമാണ്. അദ്ദേഹം സഫാരി ടി വിയിലെ ചരിത്രം എന്നിലൂടെ എന്ന തൻ്റെ ജീവിതകഥ പറയുന്ന ആ ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞതാണിത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്ന കാര്യം, ചില കാര്യങ്ങൾ അസ്വാഭാവികവും അതുപോലെ തന്നെ അസാധ്യവുമായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. പരിശുദ്ധ കുർബാനയോട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, പരിശുദ്ധ കുർബാനയിൽ ആഴമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവികമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അത്ഭുതങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും നമ്മൾ പരിശുദ്ധ കുർബാനയായി മാറാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളില്ലാത്തത്. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെതായ ചില കാര്യങ്ങൾ നമുക്കില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ വചന സന്ദേശം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ, നിങ്ങൾ അടുത്ത ഞായറാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാനായി ഒരുങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കുക, ആ ദിവസം ഞാൻ എവിടെയാണെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ ആഘോഷമായിട്ട് എൻ്റെ ഇടവക പള്ളിയിൽ സാധിക്കുമെങ്കിൽ എൻ്റെ ഇടവക പള്ളിയിൽ എൻ്റെ കുടുംബമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളും, പരിശുദ്ധ കുർബാന സ്വീകരിക്കും. അതിനായിട്ട് ഒരാഴ്ച നമുക്ക് സമയമുണ്ടായെങ്കിൽ നമ്മൾ കഴിവതും ആ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക. കുമ്പസാരിച്ച് വിശദീകരിക്കപ്പെട്ടുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് എത്രയോ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കിയിട്ട് നമ്മളെ വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മളാകട്ടെ ഭക്ഷണം കഴിക്കാതെ ആ വിരുന്നിൽ പങ്കിട്ടുകൊണ്ട് കടന്നു പോകുമ്പോൾ ആ വിരുന്ന് നമുക്ക് ഒരുങ്ങിയ ആൾ എത്രമാത്രം ഇൻസൾട്ടഡ് ആകുന്നു എന്ന് നമുക്കറിയാം. ദൈവം നമുക്കായി ഒരുക്കുന്ന ഏറ്റവും വലിയ വിരുന്ന്, മഹാവിരുന്നിൻ്റെ ഉപമയിലൂടെ പറയുന്ന ആ വലിയ വിരുന്ന് പരിശുദ്ധ കുർബാനയാണ്. പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യാതെ വരുന്ന ഒരാളെ പുറത്തേക്ക് വലിച്ചെറിയുവരെന്ന് വിരുന്നൊരുക്കിയ ആൾ പറയുന്നുണ്ട്. അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് അനുതപിച്ച് കുംഭസാരം എന്ന കൂദാശയിലൂടെ കടന്നു വരാത്ത ആളുകൾ പ്രോപ്പറായിട്ട് ഒരുക്കമില്ലാതെ വരുന്ന വ്യക്തികളാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നു എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. അത് ഈ വചനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അടുത്ത ഞായറാഴ്ചയാണ്. ഈ ദിവസം പരിശുദ്ധത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ആഘോഷിച്ചു. അടുത്ത ആഴ്ച നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച സമയമുണ്ട്. എല്ലാവരും പോയി കുമ്പസാരിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കുക. ദൈവം നമ്മുടെ കുടുംബത്തിൽ വന്ന് വസിക്കട്ടെ. ആമേൻ.